So hi guys, welcome to my YouTube channel. എൻ്റെ പേര് അർജുൻ ചെറി. സോ നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ ഒരു മൂവി റിവ്യൂ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ സിനിമയെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ ഒരു രണ്ടാഴ്ചകളിലായിട്ട് മലയാളം ഇൻഡസ്ട്രി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ അല്ലെങ്കിൽ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന സിനിമ നമുക്കൊരു ക്വാളിറ്റി അല്ലെങ്കിൽ നമുക്കൊരു സംതൃപ്തി തരുന്ന സിനിമകളാണ്. കാരണം ഇപ്പം പ്രേമലു ആണെങ്കിലും അന്വേഷിപ്പൻ കണ്ടെത്തുവാണെങ്കിലും അതേപോലെ തന്നെ പ്രമേയുഗമാണെങ്കിലും ഈ സിനിമകളൊക്കെ ഓക്കെ മലയാളം ഇൻഡസ്ട്രീസ് ബാക്ക് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളാണ്. അതേപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ ചേർത്ത് നിർത്താൻ പറ്റുന്ന സിനിമ തന്നെയാണ് മഞ്ഞുമൽ ബോയ്സും. സോ ഇത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ഈ സിനിമയുടെ ക്വാളിറ്റി എങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഈ സിനിമ എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഇത് പറയുന്നത് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഞാൻ ഈ സിനിമ കാണാൻ പോയിട്ട് 2-3 റീസൺസിൽ ഒന്ന് ഇതിന്റെ ഡയറക്ടറാണ്. കാരണം ചിദംബരത്തിന്റെ ഇതിന് മുമ്പുള്ള സിനിമ എന്ന് പറഞ്ഞാൽ ജാനയം എന്ന സിനിമയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു റിപ്പീറ്റ് വാച്ചബിൾ മൂവിയാണെന്ന് തോന്നിയിട്ടുള്ള സിനിമയാണ് ജാനയം. രണ്ടാമത്തെ കാര്യം ഇതിന്റെ പ്രൊഡക്ഷൻ ഹൗസാണ്. കാരണം ഇതിന്റെ പ്രൊഡക്ഷൻ ഹൗസായിട്ട് വന്നിരിക്കുന്നത് പറവ പ്രൊഡക്ഷൻസ് ആണ്, സൗബിൻ ചാഹന്റെ പ്രൊഡക്ഷൻസ് ആണ്. സോ അവർ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സിനിമാസിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. സോ അതും എനിക്ക് ഈ സിനിമ കാണണം, തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടാക്കുന്നത് തന്നെയായിരുന്നു. ആൻഡ് മൂന്നാമത്തെ റീസൺ, ഇതൊരു ട്രൂ സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. സോ ഈ സിനിമയുടെ കഥാപശ്ചാത്തലം ഒരു ട്രൂ സ്റ്റോറിയാണ്. ഓക്കെ, സോ ട്രൂ സ്റ്റോറി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കേട്ടിട്ടുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ചില ആൾക്കാർക്ക് അറിയാവുന്ന സ്റ്റോറി തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ കൊടൈക്കനാലായിട്ട് ഗുണ കേസ് എന്നൊരു കേസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് അതിന്റെ പേര് നമ്മുടെ ഡെവിൾസ് കിച്ചൺ എന്നായിരുന്നു ആ ഒരു കേവിന്റെ പേര്. അതിനുശേഷം ഗുണ എന്ന സിനിമ, കമൽഹാസൻ സാർ അഭിനയിച്ചിട്ടുള്ള ഗുണ എന്ന സിനിമ അവിടെ ഷൂട്ട് ചെയ്തതിനു ശേഷമാണ് ആ കേവിന്റെ പേര് ഗുണ കേവ്സ് എന്ന് പറഞ്ഞത്. ആ കൺമണി അൻപോട് കാതൽ ആ പാട്ടൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഈ കാണിക്കുന്ന കേവ്സിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സോ അവിടെ ഇതിന് കേവ് എന്ന് പറയുന്നത് നല്ലത് ഒരു കുഴി എന്ന് പറയുന്നില്ല. കാരണം നമുക്ക് നമ്മുടെ മനസ്സിൽ കേവ് എന്ന് പറയുമ്പോൾ ഓടി വരുന്ന കാര്യം എന്താ, നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഗുഹയായിട്ട് പോകുന്ന രീതിയായിരിക്കും. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് താഴോട്ട് ഇൻ ഡെപ്തിലോട്ടാണ് ഈ ഒരു കേവ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ കുഴി എന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരണം. സോ ഏകദേശം 900 അടിയോളം താഴ്ചയുള്ള ഒരു കേവ് ആണ് ഈ പറയുന്ന ഗുണ കേവ്സ് എന്ന് പറയുന്നത്. സോ അവിടെ ചില ഗ്യാപ്സിൽ കൂടെയൊക്കെ പല ആൾക്കാരും സ്റ്റക്കായി പോയിട്ടുണ്ട്. ഇതുവരെ ആ ഒരു ഗുണ കേവ്സിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഡെവിഡ്സ് കിച്ചണിനകത്ത് പോയിട്ടുള്ള ആൾക്കാർ തിരിച്ചു വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഏകദേശം 13 ആൾക്കാർ അവിടെ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അവിടെ പോയി അവിടെ ആ കുഴിയിൽ അല്ലെങ്കിൽ ആ ഒരു ഗുഹയിൽ അകപ്പെട്ടിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടുള്ള ഏക വ്യക്തിയെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ടീമാണ് ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിൽ കൂടെ കാണിക്കുന്നത്. ഓക്കെ, സോ അതും ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ആയിട്ടുള്ള സിനിമയാണ്. ഒരുപാട് അഡ്വഞ്ചർ ആയിട്ടുള്ള സിനിമ ആയിരിക്കും തന്നെയാണ് ഞാൻ കരുതുന്നത്. സോ ആ സിനിമ കാണാൻ പോയപ്പോൾ ഈ സിനിമയിൽ ജോണർ വന്നിട്ട് ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഡ്രാമ ത്രില്ലർ മൂവിയാണ് ഈ സിനിമയിൽ ജോണറായിട്ട് വരുന്നത്. സോ ഈ സിനിമ കാണുമ്പോൾ തന്നെ ആദ്യത്തെ ഫസ്റ്റ് ഹാഫിന്റെ ഹാഫ് പാർട്ട് വരെ നമുക്കൊരു വളരെ ഫണ്ണി ആയിട്ടുള്ള കോമഡീസും കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു നമ്മുടെ ഫ്രണ്ട്സിനിടെ നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ ഒരു കാര്യം പ്ലാൻ ചെയ്യും, ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ് ആ സിനിമയിൽ കാണിച്ചു പോകുന്നത്. പക്ഷെ ഇവർ ഈ ഗുണ കേസിന് അങ്ങോട്ട് എത്തുന്നത് മുതൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ആർട്ട് വർക്ക്സ് ആണെങ്കിലും ടീമാണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാം ഒന്നിനൊന്ന് മെച്ചെന്ന രീതിയിൽ മാറിക്കൊണ്ടുവരികയാണ്. നമുക്കത് ആ ഒരു ചേഞ്ച്, നമുക്ക് ആ സിനിമ ഇങ്ങനെ ഡ്രാമയിൽ നിന്നും അത് അഡ്വഞ്ചറസ് ത്രില്ലറോട്ടോ മാറുന്ന ഒരു ഫീൽ നമുക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഇപ്പം ഞാനതിൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഇങ്ങനത്തെ ഇത് കൊള്ളായിരുന്നു എന്നല്ല പറയുന്നത്. എനിക്ക് കംപ്ലീറ്റ്ലി ആ സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം അതിന്റെ ആർട്ട് വർക്ക് ആണെങ്കിലും സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും ആക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണെങ്കിലും എല്ലാം ഒന്നിനൊന്ന് മെച്ചം എന്ന് തന്നെ പറയണം. ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ 2 രീതിയിലുള്ള സംതൃപ്തിയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഒന്ന്, ഞാൻ കണ്ടത് ഈ ആഴ്ചയിൽ ഞാൻ കാത്തിരുന്ന് കണ്ട സിനിമയാണ് മഞ്ഞുമൽ. കാരണം നമുക്കറിയാം ഒരു ടിക്കറ്റിന്റെ ഒരു ഇഷ്യൂസ് ഒക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. സോ ടിക്കറ്റ് വന്നോ നോക്കിയാണ് ഞാൻ ഈ സിനിമയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് സിനിമ കാണാൻ പോകുന്നത്. സോ ഞാൻ അത്രയും എക്സ്പെക്ടേഷൻ കൊടുത്തതിന് ഒരു വർത്ത് വാല്യൂ എനിക്ക് ഈ സിനിമ പ്രൊവൈഡ് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറയുന്നത് പോലെ ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ എനിക്ക് ഒരു പ്രൗഡ് മൊമെന്റ് ആണ് ഫീൽ. കാരണം കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് മലയാളം സിനിമ കാണിക്കുന്നത് ബാക്കി എല്ലാ ഇൻഡസ്ട്രി വെച്ച് നോക്കുമ്പോൾ ഹൈ ക്വാളിറ്റി നല്ല രീതിയിലുള്ള സിനിമകളാണ് ഈ മലയാളം സിനിമ നമുക്ക് സമ്മാനിക്കുന്നത്. സോ അതിനും ഒരുപാട് ഹാപ്പിയാണ്. മസ്റ്റ് വാച്ചബിൾ മൂവിയാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമന്റ്സ് കൂടെ അറിയിക്കുക. തുറന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ ഓരോ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് എനിക്കും തുറന്ന് വീഡിയോ ചെയ്യാനുള്ള ഒരു ഊർജ്ജം കിട്ടുന്നത്. താങ്ക് യു സോ മച്ച്. സോ